നമസ്കാരം, ഏവർക്കും ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ചയാണ്. അങ്ങനെ വീണ്ടും ഒരു ഇടിവിന്റെ ദിവസം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നിഫ്റ്റി 24,700 താഴെയായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇതിൽ തന്നെ റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നീ സൂചികകൾ നിഫ്റ്റിയെ താഴേക്ക് വലിച്ചു. ബാങ്കിംഗ് സ്റ്റോക്കുകൾ കൂടുതലായി ഇടിഞ്ഞതുകൊണ്ട് തന്നെ നിഫ്റ്റി ബാങ്കാണ് ഇന്ന് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. റിലയൻസ് ഇന്ന് ഇടിഞ്ഞത് 1.5%. നിഫ്റ്റിയിലെ ഇടിവിന്റെ കൂടുതലായിട്ടുള്ള കോൺട്രിബ്യൂഷനും റിലയൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയായിരുന്നു. ഇന്നത്തെ ഇടിവിന്റെ മറ്റൊരു കാരണം കൂടി നോക്കുകയാണെങ്കിൽ വീക്ക്ലി എക്സ്പയറി നീക്കം ചെയ്യാൻ സെബി ആലോചിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് BSE ഏകദേശം 5% ഇടിഞ്ഞു. മൊത്തത്തിൽ F&O സെഗ്മെന്റിനെ തന്നെ ഇത് ഭയപ്പെടുത്തി എന്ന് വേണം കരുതാൻ. ഇനി മറ്റ് സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഗൗതം അദാനി എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതോടെ അദാനി പോർട്സ് ഏകദേശം 2% ഇന്ന് ഇടിഞ്ഞത്. ഇനി ഒന്നാം പാദ ഫലങ്ങൾ മോശമായതിനെ തുടർന്ന് ത്രിവേണി ടർബൈൻ ഏകദേശം 8% ഇടിഞ്ഞു. കീസ്റ്റോൺ ഏകദേശം 7% ഇടിഞ്ഞത്. ഇന്ന് മൊത്തത്തിൽ വിപണി ഇടിഞ്ഞെങ്കിലും ചില സ്റ്റോക്കുകൾ നല്ല നേട്ടമുണ്ടാക്കി. പ്രത്യേകിച്ച് ഇൻഡസിൻ ബാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ രാജീവ് ആനന്ദിന്റെ CEO നിയമനത്തിന് ശേഷം ഇൻഡസിൻ ബാങ്ക് ഏകദേശം 6% ഉയർന്നത്. ഇനി വരാനിരിക്കുന്ന ഉത്സവ സീസണുകളുടെ ശുഭാപ്തി വിശ്വാസത്തിൽ ടൈറ്റാൻ കൂടാതെ ഓട്ടോ ഓഹരികളെല്ലാം നേട്ടമുണ്ടാക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളായി വരുന്നത്. ഇനി മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്ന് പോസിറ്റീവിലായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റുള്ള കാര്യങ്ങളെല്ലാം നാളത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പോൾ പുറത്തു വരുന്ന വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത കൂടി പറയാം. ഇന്ത്യക്ക് വളരെ ഉയർന്ന ഇറക്കുമതി നികുതിയാണ് ഉള്ളതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അവർക്ക് 25% തീരുവ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങാൻ തീരുമാനിച്ചതോടെ ഇന്ത്യക്ക് മേലുള്ള താരിഫ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂട്ടും എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു വാർത്തയുടെ ഇമ്പാക്റ്റ് കൂടി നമുക്ക് നാളെ രാവിലെ അറിയാൻ കഴിയും. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും റെക്കമെൻഡേഷൻ അല്ല. കൃത്യമായിട്ടുള്ള ഓരോ പാറ്റേണുകളും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒരിക്കലും ഇവിടെ ഒരു കാര്യങ്ങളും പറയുന്നത് ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. ഇതിൽ എൻട്രി എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി ഈ സ്റ്റോക്കിനെ കുറിച്ച് അതിൻ്റെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം എൻട്രിയെക്കുറിച്ച് ആലോചിക്കുക. കൂടാതെ നിങ്ങളുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോക്ക് മസ്ഡ ലിമിറ്റഡ് ആണ്. സ്റ്റോക്കിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ഫ്ലാഗ് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് തന്നെയാണ് വരേണ്ടത്. ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് 327 മുതൽ 330 വരെയുള്ള ആ ഒരു ലെവലാണ് നമുക്ക് അപ്സൈഡിൽ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ അതായത് അതൊരു ടാർഗറ്റ് ആവാനുള്ള സാധ്യതയാണുള്ളത്. ഇനി സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 272. നിഫ്റ്റിയിൽ ഒരു ട്രിപ്പിൾ ബോട്ടം ഫോർമേഷന് ശേഷമാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. അതും നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്നെയാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് 277 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. കാരണം മുൻപ് പലതവണയും ഇത് റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ആക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇനി മറ്റൊരു സ്റ്റോക്കിലേക്ക്, ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 280 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നല്ല വോളിയവും ഡെയിലി ബേസിസിൽ കാണുന്നുണ്ട്. വീക്ക്ലിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ബേസിസിൽ കംഫർട്ടബിൾ ആയിട്ട് 280 മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് 260 വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 273 അടുത്തതായി TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് നമ്മൾ കുറച്ച് ദിവസം മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്. ഡൗൺ സൈഡിൽ 3057 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ആവാൻ സാധ്യതയുണ്ടെന്ന്. ഇന്നലെ അതിന് താഴെയായിട്ട് ക്ലോസ് ചെയ്തെങ്കിലും വീക്ക്ലി ബേസിസിൽ അതിന് താഴേക്ക് പോയിട്ടില്ല. ഇന്ന് ഒരു റിക്കവറി, ചെറിയൊരു റിക്കവറി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. അതായത് ഇന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് സോണായിട്ടുള്ള 3057 മുകളിലായിട്ട് തന്നെ ക്ലോസിംഗ് വെച്ചു എന്നത് പോസിറ്റീവായി തന്നെ കാണാം. ഏതായാലും വീക്ക്ലി ബേസിസിൽ കൂടി ഈ ഒരു ലെവലിന് മുകളിലായിട്ട് വീക്ക്ലി ക്ലോസിംഗ് വെക്കുമോ എന്ന് തന്നെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയാം. BSE ലിമിറ്റഡ് ആണ്.
സ്റ്റോക്കിൽ ഇപ്പോൾ കാണുന്നത് പോലെ BSE കുറിച്ച് പറയുകയാണെങ്കിൽ 75% നേട്ടമാണ് 2025 സ്റ്റോക്ക് ഉണ്ടാക്കിയത്. അതിനുശേഷം ചെറിയ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ചെറിയൊരു കറക്ഷനാണ് സ്റ്റോക്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ഹൈയിൽ നിന്നും ഏകദേശം 20% ഇടിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ചാർട്ടിൽ കാണുന്നത് പോലെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷനാണ് ഇപ്പോൾ ഡെയിലി ബേസിസിൽ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പാറ്റേണിന് താഴെയായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുക ഡൗൺ സൈഡിൽ 2015 ഇനി ഒരു പക്ഷേ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ആണ് വരുന്നതെങ്കിൽ പിന്നീട് നമുക്ക് അപ്സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഏതായാലും കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനമാകും എന്ന് തന്നെയാണ് ഈ ചാർട്ട് പാറ്റേൺ സൂചിപ്പിക്കുന്നത്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഫോക്കസിൽ വെക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഇതൊന്നും ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് ചാർട്ടുകളെ കുറിച്ചും ചാർട്ട് പാറ്റേണുകളെ കുറിച്ചും കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചും അങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി സ്റ്റോക്ക് സെലക്ഷനും അങ്ങനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ രാവിലെ വീണ്ടും പ്രീ മാർക്കറ്റ് വാർത്തയുമായി വരാം. ഏവർക്കും നന്ദി.